പാകിസ്ഥാൻ്റെ സൈനിക രഹസ്യങ്ങൾ മുഴുവൻ പുറത്തായിരിക്കുന്നു എന്നൊരു വാർത്ത വന്നിട്ടുണ്ട്. പാകിസ്ഥാൻ പറയുന്നത് ഇന്ത്യയാണ് ആ വിവരങ്ങൾ ചോർത്തിയതെന്ന്. പാകിസ്ഥാൻ എപ്പോഴും ഉന്നം ഇന്ത്യയോടാണല്ലോ, അതുകൊണ്ടാണ് അത്തരത്തിലൊരു അഭിപ്രായം വന്നിരിക്കുന്നത്. എന്തായാലും അവരുടെ രഹസ്യങ്ങൾ ചോർന്നിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണല്ലേ. പിന്നെ അത് ഇൻ്റർനാഷണൽ വാർത്തയാകും. അതിനകത്ത് ഇൻ്റർനാഷണൽ വാർത്ത എന്ന് പറയുമ്പോൾ അവർ തന്നെ പറയുന്നത് ഇന്ത്യ ആകാം, വലിയ ഈ ഹാക്കർമാരാകാം, പിന്നെ ചൈനയുമാകാം എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് രണ്ട് കാര്യമുണ്ട്. ഇന്ത്യയാകാമെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് പാകിസ്ഥാനി സാറ് പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ എന്ത് നടന്നാലും അവരും പറയുന്നത് ബലൂചിസ്ഥാനിൽ ആക്രമണം നടത്തിയ ഇന്ത്യ, ടെഹരിക്കത്തേക്ക് ആക്രമണം നടത്തിയ ഇന്ത്യ, ബംഗ്ലാദേശ് ആക്രമണം അല്ലെങ്കിൽ താലിബാൻ ആക്രമണം നടത്തിയാൽ ഇന്ത്യ എന്നുള്ള രീതിയിൽ പറയും. അല്ലെങ്കിൽ അവിടെ ഈ ടെററിസ്റ്റ് ആക്രമണത്തിൻ്റെ എല്ലാം ഇപ്പം ഏറ്റവും കസ്റ്റോഡിയൻ നമ്മളാണെന്ന് പറയും. ഏറ്റവും അവസാനം അവിടെ പല TTPയുടെ നിയന്ത്രണത്തിലുള്ള ടെററിസ്റ്റ് ഗ്രൂപ്പുകളെ നമ്മളെ സ്പോൺസർ ചെയ്തേക്കെന്ന് പറയുന്നു. അപ്പം അവർക്ക് എപ്പോഴും നമ്മളുടെ ആ ഒരു ആരോപണം. പക്ഷേ ഈ സൈനിക രഹസ്യമായതുകൊണ്ട് ചോർന്നു പോയിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണല്ലോ സാറേ. അതെ, സൈനിക രഹസ്യം എന്ന് പറഞ്ഞാൽ പിന്നെ ആ രാജ്യം പിന്നെ ഇന്ത്യയുടെ മുമ്പിലൊന്നും അല്ലല്ലോ. അത് കാരണം പ്രതിരോധ സംവിധാനത്തിനകത്ത് എന്തൊക്കെ ആയുധങ്ങളുണ്ടെന്നും അവനത് എങ്ങനെയൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ കൈകാര്യം ചെയ്യാൻ വെച്ചിരിക്കുന്നു എന്ന് ഉള്ളതും മാത്രമല്ല, രഹസ്യമായിട്ട് അവൻ ഏതൊക്കെ രാജ്യവുമായിട്ട് ഏതൊക്കെ ഡീലുകൾ അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന ആയുധങ്ങൾ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവൻ്റെ രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ വേറെ രാജ്യത്തിൻ്റെ കയ്യിലായാൽ, ശത്രുരാജ്യത്തിൻ്റെ കയ്യിലായാൽ പിന്നെ അതിനകത്ത് കാര്യമൊന്നുമില്ല. അപ്പം ഇതിനകത്ത് ചൈനയും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനെ ചൈനയുടെ ഭാഗമാക്കി അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും ആയുധം വയ്ക്കുന്നതിനും ഒക്കെ ഉപയോഗിക്കുന്നതിനപ്പുറം തന്നെ പാകിസ്ഥാനെ ചൈനയ്ക്ക് അത്ര വിശ്വാസമൊന്നുമില്ല. ചൈനയ്ക്കറിയാം, ചൈന ലോകത്ത് ചെയ്യുന്ന ഡബിൾ ഗെയിം പാകിസ്ഥാൻ അതിനെക്കാട്ടി നല്ലപോലെ ചെയ്യുന്ന ആളാണ് നമുക്കറിയാം. ഇപ്പം ഇറാനുമായിട്ടുള്ള വിഷയത്തിനകത്ത് ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ ആക്രമണം പാകിസ്ഥാനിൽ നിന്നാന്ന് പോലും ഖമേനിയുടെ അന്ന് നമ്മൾ ഒക്കെ ചർച്ച ചെയ്താ. ഇപ്പോഴും അതിനകത്ത് വ്യക്തത വരുത്തി പറഞ്ഞിട്ടില്ല. ഇറാൻ അറിയാമോ അതോ അങ്ങനെ ഉണ്ടായോ അല്ലെങ്കിൽ അറിഞ്ഞിട്ടും അറിയാതിരിക്കുകയാണോ എന്ന് നമുക്കറിയത്തില്ല. അപ്പൊ ഇപ്പൊ അവര് പല ആക്രമണങ്ങളും നടത്തുന്നതിനകത്ത് ഇവന്റെ ബോർഡറുകളും ഇവന്റെ സമീപത്തും കപ്പലുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ കൊണ്ടിട്ടല്ലേ നടത്തുന്നത്. അപ്പം ഇറാനുമായിട്ടുള്ള ആക്രമണം, ഇപ്പൊ ഇറാനും പാകിസ്ഥാനും ചൈനയുമായിട്ട് നല്ല ബന്ധമാണല്ലോ. മാത്രമല്ല ഈ പറയുന്ന ചൈനയുടെ ശത്രുവായിട്ടുള്ള അമേരിക്കയ്ക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിട്ടാണല്ലോ ഈ പാകിസ്ഥാൻ നിൽക്കുന്നത്. അപ്പൊ പാകിസ്ഥാന്റെ കയ്യിൽ അമേരിക്ക എന്തൊക്കെ കൊടുത്തിട്ടുണ്ടെന്നും മാത്രവുമല്ല, ഇപ്പൊ ഏറ്റവും അവസാനം ഒരു വാർത്ത വരുന്നുണ്ട്, അമേരിക്കൻ ആയുധങ്ങൾ വാങ്ങിക്കാൻ പാകിസ്ഥാൻ ശ്രമം നടത്തുന്നു, അല്ലെങ്കിൽ അത്ര കരാറൊക്കെ ഉണ്ട്, ഞങ്ങൾ തരാമെന്നൊക്കെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അയാൾ കാശ് കിട്ടാത്തതുകൊണ്ട് കൊടുക്കുവോ, അത് ഫ്രീ ആയിട്ട് കൊടുക്കുവോ? ഫ്രീ ആയിട്ടൊക്കെ കൊടുത്തല്ലോ, കാരണം അയാളുടെ ഉദ്ദേശം വേറെ പലതുമാണല്ലോ. അപ്പൊ ആ രീതിയിലേക്കുള്ള രഹസ്യങ്ങളൊക്കെ ചോർത്തുന്നതിന് വേണ്ടി ചൈന ഈ പണി എടുത്തിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ഏതായാലും ഇത് വല്ലാത്തൊരു കാര്യം എന്ന് വെച്ചാല് ഇതിനകത്ത് പോയേക്കെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് സംവിധാനമായിട്ട് നിൽക്കുന്ന വിവരങ്ങളൊക്കെ ചോർന്നു പോയിട്ടുണ്ടെന്നാണ് പാകിസ്ഥാൻ പറയുന്നത്. ഗവൺമെന്റ് സംവിധാനങ്ങളുമായിട്ട് നിൽക്കുന്ന വിവരങ്ങൾ, ആയുധ രഹസ്യങ്ങൾ ചോർന്നു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമാണല്ലോ. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന രഹസ്യ വിവരങ്ങൾ ചോർത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ. അതുപോലെ തന്നെ പ്രതിരോധ വിവരങ്ങൾ അല്ലെങ്കിൽ പോയിട്ടുണ്ട്, പ്രതിരോധ വിവരങ്ങൾ. അതുപോലെ ഉദ്യോഗസ്ഥ വിവരങ്ങൾ, മനസ്സിലായോ? അതുപോലെ സുരക്ഷാ വിവരങ്ങളും ചോർന്നിട്ടുണ്ട്. അപ്പൊ വ്യക്തിഗത വിവരങ്ങൾ ചോർന്നിട്ടുണ്ടെങ്കിൽ അത് വലിയ അപകടകരമായിട്ടുള്ള കാര്യമാണ്. ഈ പറഞ്ഞത് മൊത്തം അപകടകരമായിട്ടുള്ള പ്രതിരോധ രാജ്യത്തിന്റെ രഹസ്യ വിവരങ്ങളും വ്യക്തിഗത വിവരങ്ങളും പ്രതിരോധ വിവരങ്ങളും ഒക്കെ ചോർന്നിട്ടുണ്ട്. ഇപ്പൊ വ്യക്തിഗത വിവരങ്ങൾ എന്ന് പറയുമ്പോൾ സാർ, ഇപ്പം പല അറ്റാക്കുകളും ഇറാൻ ഉൾപ്പെടെ പല രാജ്യങ്ങളിലും പ്രധാനപ്പെട്ട രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രധാനപ്പെട്ട വ്യക്തികളെ കേന്ദ്രീകരിച്ച്. ഇപ്പൊ തന്നെ ഖമേനിയെ 40 പേരെയും കൂടെ ആദ്യം വധിച്ചത് ഇസ്രായേൽ. അതിനു മുമ്പുള്ള വധം അറിയാമല്ലോ, അവരുടെ നേതാക്കന്മാരെയാണല്ലോ. കാരണം ഇത് നേതൃത്വം കൊടുക്കുന്നില്ലെങ്കിൽ ആ രണ്ടാമതൊരു നേതാവിനെ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും, അല്ലെങ്കിൽ ഒന്ന് പോയാൽ അടുത്തതെന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ഒരുക്കി വെച്ചിരിക്കുന്ന രാജ്യങ്ങൾ ആണെങ്കിൽ പോലും ആ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളിൽ നിന്ന് മാറി മറ്റൊരാളിലേക്ക് വരുമ്പോൾ എത്ര പറയുമ്പോഴും ഒരു ചെറിയ ലാപ്പുണ്ടാവും, അല്ലെങ്കിൽ അതിന് കണ്ടെത്തുന്നതിന് അല്ലെങ്കിൽ അത്രയും ഉള്ള ഒരു ഓപ്പറേഷൻസിനകത്തും കരുതലിനകത്തും അല്ലെങ്കിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിനകത്തും ഒക്കെ പ്രശ്നങ്ങളും. ഇത് നേതാക്കന്മാരെ മൊത്തവും അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഒരു രാജ്യത്തെ ആക്രമിക്കുന്നതിന് ആദ്യം അവരെ കൈകാര്യം ചെയ്താലും അല്ലെ കോർണർ ചെയ്യുന്നതിനും ഇത് വളരെ സഹായകമാകും. അപ്പോൾ ആ രീതിയിലേക്ക് വ്യക്തിഗത വിവരങ്ങൾ മൊത്തം പോയിട്ടുണ്ടെങ്കിൽ
പിന്നെ കാര്യമില്ലല്ലോ. അപ്പം ഈ രീതിയിലേക്ക് ഇപ്പം ഞാൻ ഒരു കാര്യം പറയാം, ഇപ്പം പ്രതിരോധ രഹസ്യം എന്ന് പറഞ്ഞാൽ ഹാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് പോകും, അല്ലെങ്കിൽ മറ്റ് സംവിധാനത്തിലാകും, അല്ലെങ്കിൽ ഈ പറയുന്നതിനകത്ത് നമ്മൾ ഇതെല്ലാം ഇന്റർനെറ്റ് വഴിയുള്ള കാര്യങ്ങളാണ്. ഇതിനകത്ത് സാറേ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതാണല്ല ജാമിങ്, ഹാക്കിങ് എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പ്രക്രിയക്കകത്ത് ഏതെങ്കിലും രീതിയിൽ ജാമിങ് വന്നാൽ അവന്റെ കൺട്രോൾ മൊത്തം പോവല്ലേ. യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഈ പ്രതിരോധ സംവിധാനം ഇതെല്ലാം ആധുനിക സംവിധാനങ്ങളാണല്ലോ. അതിനകത്ത് ഏതെങ്കിലും ജാമിങ് വന്നാൽ ഇവിടുന്ന് ഡയറക്ഷൻ കൊടുക്കേണ്ട വിമാനങ്ങൾ, മിസൈലുകൾ, അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങൾ അത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം നമ്മൾ യുദ്ധത്തിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, നമ്മൾ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ, അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളെ ഡിപ്പെൻഡ് ചെയ്യാത്ത സോഫ്റ്റ്വെയർ ആർക്കും കൺട്രോൾ ചെയ്യാനും കടന്നു കയറാനും നമ്മുടെ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകാനും പറ്റാത്ത ഒരു അവസ്ഥയിലേക്കുള്ള കാര്യങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തുവായാലും കുറേ നാളുകളായിട്ട് പാകിസ്ഥാനകത്ത് മൊത്തത്തിൽ അന്തഃഛിദ്രമാണ്. അവരത് വെളിയിൽ പറയുന്നില്ലെന്നേ ഉള്ളൂ. അതിനകത്ത് പ്രശ്നങ്ങൾ, അവർ പറഞ്ഞ ഭീകരന്മാരെ ഉള്ള ഭീകരന്മാർ ഇപ്പോൾ അവരുടെ അല്ലെന്ന് പറയില്ല. അവരുടെ സാമ്പത്തിക നില വളരെ മോശമാണല്ലോ. കാരണം ഇടയ്ക്ക് അതികഠിനമായ വിലക്കയറ്റം ഉണ്ടായി, ജനജീവിതം ദുസ്സഹമായി. അവിടെ ഉള്ള ചെറുപ്പക്കാർ പോലും സമൂഹ മാധ്യമങ്ങളിൽ ചില പോസ്റ്റ് ഇടുകയുണ്ടായി, നരേന്ദ്രമോദി ഞങ്ങളുടെ രാജ്യത്തെ രക്ഷിക്കൂ, അതെ ഞങ്ങളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലെന്ന് ആഗ്രഹിക്കുന്നു എന്നൊക്കെ വിചാരിച്ചുള്ള പോസ്റ്റ് വന്നു. അപ്പൊ ഇതിനകത്ത് അടിക്കടി മനസ്സിലായി എല്ലാ സംവിധാനങ്ങളും ഇവർക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിനകത്ത് പാളിച്ചു വന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാർത്ത എടുത്തത്, ഞാൻ വിടാൻ തോന്നുന്നു, അവിടുത്തെ ചാരസംഘടനയുടെ തലവൻ റോയയുടെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കി, റോയയുടെയാണ്. മുന്നെന്ന് പറഞ്ഞ ഇപ്പൊ ആരുടെയൊക്കെയാന്ന് അറിയില്ല. മുന്നത്തെ കണ്ടുപിടിച്ച ഇപ്പോഴവൻ, അതെ മുന്നത്തെ കണ്ടുപിടിച്ച ഇപ്പോഴാ. അപ്പൊ ഇപ്പൊ ഇതിനകത്തൊന്നും ഇത് ഹാക്ക് ചെയ്തുകൊണ്ട് പോവുക, പ്രതിരോധ സംവിധാനങ്ങൾ മൊത്തം പോവുക, അല്ലെങ്കിൽ ഇതിനകത്ത് അവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന പട്ടാളവും അല്ലെങ്കിൽ ഈ ഭീകര മേധാവി അവന്മാരുടെ മൊത്തവും അവരെ സംരക്ഷിക്കാൻ പറ്റാതെ വരും. അതായത് മൊത്തത്തിൽ ഇവരുടെ പ്രധാനപ്പെട്ട ഇടങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും കടന്നു കയറാൻ പറ്റാത്ത ഇടങ്ങളിൽ പോലും ഈ പറയുന്ന ശത്രുക്കൾക്കോ അല്ലെങ്കിൽ ഈ ചാവേറുകൾക്കോ കടന്നു കയറാൻ പറ്റുന്നു. ഒന്നും സുരക്ഷിതമല്ലാത്ത രീതിയിലേക്ക്, ഒന്നും അവരുടെ നിയന്ത്രണത്തിലില്ലാത്ത രീതിയിലേക്ക്, എവിടെയൊക്കെ നമ്മൾ പറയത്തില്ല, എവിടെയൊക്കെയോ എന്തൊക്കെയോ കുഴപ്പങ്ങളുണ്ടെന്ന് നമ്മൾ ചിലപ്പോൾ പറയത്തില്ല, എന്താണെന്ന് മനസ്സിലാകുന്നു. അതേ രീതിയിലേക്ക് പാകിസ്ഥാൻ പോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് അവിടെ നിന്ന് വരുന്നത്. അതായത് മൊത്തത്തിൽ പാകിസ്ഥാൻ നില തെറ്റിയിരിക്കുന്നു, അടി തെറ്റിയിരിക്കുന്നു എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പം തന്നെ. ഇത് മൊത്തവും ഒരു പ്രതിരോധ സംവിധാനം ഇപ്പം ഈ വരുന്ന വാർത്തയുടെ അടിസ്ഥാനത്തിൽ മൊത്തത്തിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനി റീസെറ്റ് ചെയ്യണമെങ്കിൽ എന്തിനു വേണ്ടി പാടായിരിക്കും പാകിസ്ഥാനെ പോലുള്ള ഒരു രാജ്യത്ത്. അല്ലെങ്കിൽ അത് എത്ര റീസെറ്റ് ചെയ്താലും, അല്ലെങ്കിൽ ഇവന്റെ ആഭ്യന്തര രഹസ്യത്തിന്റെ വലിപ്പം നമ്മുടെ കിട്ടിയിരിക്കും യഥാർത്ഥത്തിൽ പറഞ്ഞാൽ. അപ്പൊ അതിന് എന്താണ് സാർ എന്താണെന്നുള്ള കാര്യം ഞാൻ അകത്ത് കയറി പരിശോധിച്ചിട്ട് ഇറങ്ങി വരിക എന്ന് പറഞ്ഞാൽ പിന്നെ കാര്യമില്ലല്ലോ. അപ്പൊ സാറ് അതിനകത്ത് പരിശോധിക്കുമ്പോൾ സാറ് ശൂന്യമാണെന്ന് കണ്ടാൽ പിന്നെ സാർ ഇങ്ങനെയൊക്കെ മസിലൊക്കെ പിടിച്ചിട്ട് ഒരു കാര്യമില്ല, ഒരു കാര്യം. പാകിസ്ഥാൻ ആകപ്പാടെ പെട്ടിരിക്കുന്നത്, അതായത് പാകിസ്ഥാൻ പട്ടാളത്തെ വരെ മൊത്തത്തിൽ ഇന്ത്യ തൂക്കിയിരിക്കുന്നു എന്ന് വേണം വിചാരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.